പലരുടെയും ഒരു സ്ഥിരം പല്ലവിയുണ്ട്. ഈ പിള്ളേരെ കൊണ്ട് തോറ്റു, ഇതിലും ഭേദം വല്ല പണിക്കും പോകുന്നതാണ്, ഇവരെ നോക്കിയിരുന്നാൽ വട്ടാകും. കുട്ടികൾ ഒന്ന് ബഹളം വെക്കുമ്പോഴോ തറയിൽ ആഹാരം കൊട്ടുമ്പോഴോ നമ്മൾ വല്ലാതെ അസ്വസ്ഥരാകും. ലോകത്തിലെ ഏറ്റവും വലിയ കഷ്ടപ്പാട് നമ്മുടേതാണെന്ന് ഭാവിക്കും. എന്നാൽ സത്യം പറയട്ടെ, ഇങ്ങനെ പരാതി പറയാൻ നിങ്ങൾക്കൊരു യോഗ്യതയുമില്ല. നിങ്ങളുടെ കുട്ടിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, ബുദ്ധിയുണ്ടെങ്കിൽ, അവൻ സ്വന്തം കാര്യങ്ങൾ തനിയെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴി പറയുന്നത് നിങ്ങളുടെ ഭാഗ്യത്തെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. തൻ്റെ മകൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് കാണാൻ വേണ്ടി മാത്രം ആയുസ് മുഴുവൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. സ്വന്തം മകൾ തന്നെ അമ്മയെന്ന് ഒന്ന് വിളിക്കുന്നത് കേൾക്കാൻ വേണ്ടി വർഷങ്ങളോളം കാത്തിരിക്കുന്നവർ. നിങ്ങളുടെ മകൻ വാശി പിടിക്കുന്നത് അവൻ്റെ ശബ്ദത്തിന് ബലമുള്ളത് കൊണ്ടാണ്. അവൻ വീട് അലങ്കോലമാക്കുന്നത് അവന് ഓടാൻ കാലുകൾ ഉള്ളതുകൊണ്ടാണ്. അവൻ ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അവൻ്റെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഈ കുസൃതികൾ കാണിക്കാൻ പോലും ഭാഗ്യമില്ലാത്ത എത്രയോ മക്കളുണ്ട്. ആ മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരു പരാതിയുമില്ലാതെ, ഒരു വിരക്തിയുമില്ലാതെ പുഞ്ചിരിച്ചുകൊണ്ട് വളർത്തുന്ന മാതാപിതാക്കളുണ്ട്. അവർക്ക് മുന്നിൽ വെച്ചാണ് നിങ്ങൾ ഈ കുഞ്ഞു കുസൃതികളെ വലിയ ഭാരമായി പറയുന്നത്. അവർക്ക് അവധിക്കാലമില്ല, അവർക്ക് വിശ്രമമില്ല. താൻ മരിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ ആര് നോക്കും എന്ന നീറുന്ന പേടിയിലാണ് ഓരോ ദിവസവും അവർ തള്ളി നീക്കുന്നത്. ആരോഗ്യമുള്ള ഒരു കുട്ടി എന്ന് പറയുന്നത് കഷ്ടപ്പാടല്ല, അതൊരു ആഡംബരമാണ്. പരാതി പറയുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ മുഖത്തേക്കൊന്ന് നോക്കുക. ലോകം കാണാത്ത എത്രയോ പേരുടെ പ്രതിനിധിയാണ് ആ കുട്ടി. നിങ്ങളുടെ നിസ്സാരമായ സൗകര്യങ്ങൾക്ക് വേണ്ടി ആ കുരുന്നുകളെ പഴി പറയരുത്. അവരെ വളർത്താൻ കഴിയുന്നത് ഒരു ബാധ്യതയല്ല, നിങ്ങൾ ചെയ്ത പുണ്യമാണ്. ആ പുണ്യത്തെ തിരിച്ചറിയാൻ നോക്കുക. ജീവിതം എല്ലാവർക്കും ഒരുപോലെയല്ല. നിങ്ങളുടെ കയ്യിലുള്ള സൗഭാഗ്യത്തെ വിലമതിക്കുക. സമാധാനത്തോടെ ജീവിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ ചിന്താഗതിയിൽ ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.